ചേച്ചി, തിരക്കൊന്നും ഒഴിഞ്ഞ് നിന്നെ തനിച്ച് കിട്ടാൻ ആഗ്രഹിച്ചതാ ഞാൻ. പക്ഷെ നിന്നൊന്ന് കാണണ്ടേ? ഇരിക്കുമ്പോ ആ ഇതെന്താ കയ്യില്? ദേവിക്ക് മുന്നിൽ പൂജിച്ച് പായസ ചേച്ചി. ഇതായിരുന്നല്ലേ ഞാൻ വന്നിട്ട് നിന്നെ കാണാതിരുന്നത്. മുത്തശ്ശിയോട് ചോദിച്ചപ്പോ നീ പൂജാമുറിയിലാണെന്നാ പറഞ്ഞത്. ഇന്നെനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസം. ആഹാ, എന്നാ നീ തന്നെ കോരുത്ത. നീ തന്നാൽ ഇരട്ടി മധുരമായിരിക്കും. അമ്മന്റെ കണ്ണു നിറഞ്ഞല്ലോ. സന്തോഷം കൊണ്ടാ ചേച്ചി. അമ്മ കരുതിയോ നിന്നെ വിട്ട് ഞാൻ പോവെന്ന്? ഇനി അതൊന്നും ഓർമ്മിപ്പിക്കരുതേ ചേച്ചി. ചേച്ചിയുടെ കാലിൽ ഫ്രാക്ചർ മാറിയാ ചേച്ചിക്ക് നടക്കാനാവും. പിന്നെ എല്ലാം പഴയതുപോലെയാവും. ആ, എന്ത് ടേസ്റ്റായി പായസത്തിന്. എന്നാലേ കുറച്ചുകൂടി കഴിച്ചോ. എന്താ ഇത്? അമ്മു, നിന്നോടാ ചോദിച്ചത് ഇതെന്താന്ന്. അത് കൈ മുറിഞ്ഞതാ ചേച്ചി. മുറിഞ്ഞതോ അതോ മുറിച്ചതോ? അമ്മു പറ. ചേച്ചിനോടൊന്നും ചോദിക്കല്ലേ. അമ്മു, എനിക്കിത് അറിഞ്ഞേ തീരൂ. എന്റെ തല പൊട്ടി പൊളിയോ? അയ്യോ അരുത് ചേച്ചി. എങ്കി പറ. ചേച്ചി ഇനി ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ലെന്ന് കേട്ടപ്പോ ഞാൻ അറിയാതെ. എന്റെ ദൈവമേ, നീ എന്താ മോളെ ചെയ്തത്? എന്നിട്ട് ഇതാരും എന്നോട് പറഞ്ഞില്ലല്ലോ. എന്റെ ചേച്ചി ഇല്ലാത്ത ലോകത്ത് എനിക്കും ജീവിക്കണ്ട. മോളെ, നിനക്കെന്തെങ്കിലും സംഭവിച്ചു പോയാ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? നീ എന്താ അത് ഓർക്കാത്ത? എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല. നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്ത? ചേച്ചി മോളെ, നീ ഇങ്ങനെ കരയല്ലേ? അച്ഛൻ ഇത് കണ്ടോ? എന്നിട്ട് നിങ്ങൾ ആരും എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. അപ്പോ ഹോസ്പിറ്റലിൽ അമ്മ വരാതിരുന്നത് ഇതുകൊണ്ടാണല്ലേ? എന്നിട്ട് എല്ലാരും പറഞ്ഞത് അമ്മ ക്ഷേത്രത്തിലായിരുന്നെന്ന്. മോളെ, നീ കരുതുന്നത് പോലെ അല്ല സംഭവിച്ചത്. നീ ICUയിൽ ഉണ്ടായിരുന്നപ്പോ നിന്റെ കാവലായി അമ്മ അവിടെ ഉണ്ടായിരുന്നു. ചേച്ചി തിരിച്ചു വരില്ലെന്ന് കരുതി ഇവള് കൈഞ്ഞരമ്പ് മുറിച്ചോണ്ടാ നിന്നെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്. അതെ മോളെ, സർജറി നടക്കണമെങ്കിൽ നിന്റെ ബോഡി റെസ്പോണ്ട് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. അന്ന് രാത്രി വളരെ നിർണായകമായിരുന്നു. നിന്റെ കൈ തഴുകി അമ്മ നിന്നെ തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. ദൈവമാണ് മോളെ ഈ അമ്മൂനെ അവിടെ എത്തിച്ചത്. നീ അവളെ സങ്കടപ്പെടുത്തരുത്. വിഷമിക്കരുത് ചേച്ചി. ചേച്ചിക്ക് എനിക്കൊന്നും സംഭവിക്കില്ല. നിന്റെ കൂടപ്പുറപ്പ് തന്നെ അവള്. ചേച്ചി ഇത് അറിഞ്ഞെന്ന് ആരോടും പറയരുത്. നമുക്കിതൊക്കെ മറക്കാൻ ചേച്ചി. എന്റെ ചേച്ചി ഒന്ന് ചിരിച്ചേ. ചിരിക്കുമോളെ. നിങ്ങളെ രണ്ടുപേരെയും സന്തോഷത്തോടെ കാണാനാ അച്ഛനിഷ്ടം. അച്ഛൻ ഇത് മതി മോളെ.
ഇനി ഞാൻ നിങ്ങളെ വിട്ട് ഒരിടത്തേക്കും പോകുന്നില്ല. അപ്പൊ അച്ഛന്റെ ജോലി? എന്റെ കുട്ടികൾക്കൊപ്പം കഴിയാനാ ഇനി എന്റെ തീരുമാനം. അതന്നെ അച്ഛ വേണ്ടത്. എന്റെ കുട്ടി വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാ മനസ്സൊന്ന് തണുത്തത്. ഇനിയൊരു ദുരന്തത്തിന് ഈ വീട് സാക്ഷിയാകില്ല വസുമതി. അതിന് പരദേവതകൾ കൂട്ടുനിൽക്കില്ല. എന്റെ പേരക്കുട്ടിയുടെ മരണം കുറിച്ചവർക്ക് തെറ്റിയില്ലേ? ശ്രീകുട്ടി നടന്നു തുടങ്ങിയ പിന്നെ ഒന്നും ആലോചിക്കാനില്ല. വിവാഹ മുഹൂർത്തം കുറിക്കണം. പ്രഭ കൂടിയുള്ള നിലയ്ക്ക് അതിന് ഒരു അമാന്തവും വന്നുകൂടാ. അച്ഛ, അതിനു മുൻപ് ശാസ്ത്രികളെ പോയെന്ന് കാണണം. ആ, ശാസ്ത്രികൾ ഇവിടെ വെച്ച് പറഞ്ഞതൊന്നും പിഴച്ചിട്ടില്ല. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാ അവൾ അതൊക്കെ ചെയ്യണം. അച്ഛ, ശാസ്ത്രികളെ പരിഹസിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്. ഈ വക കാര്യങ്ങളിലൊന്നും എനിക്ക് തീരെ വിശ്വാസമില്ലായിരുന്നു. അതിന്റെ പേരിൽ പറഞ്ഞു പോയതാ. നീ അത് ഏതർത്ഥത്തിൽ പറഞ്ഞതാണെങ്കിലും അതൊന്നും അദ്ദേഹത്തെ ബാധിക്കില്ല. കാരണം ദൈവജ്ഞനാ ശാസ്ത്രികൾ. നിനക്കറിയാതെ പോയൊരു കാര്യം ഞാൻ പറയാം. ഈ കുടുംബത്തിൽ നിന്നും ശാസ്ത്രികളൊന്നും ആഗ്രഹിച്ചല്ല വരുന്നത്. വയറ്റിപ്പിഴപ്പിന് വേണ്ടി എന്തും വിളിച്ചു പറയുന്ന മനുഷ്യനല്ല. മുകുന്ദന്റെ മരണം വരെ മുൻകൂട്ടി പറഞ്ഞത് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തെ പോയി കാണാച്ച. ശ്രീദേവിയുടെ കൂടെ ഞാനും വരുന്നുണ്ട്. നീ എന്താ തമാശ പറഞ്ഞതാണോ? അയ്യോ അല്ലച്ച, ഇത്രയൊക്കെ പ്രവചിച്ച ഒരു മനുഷ്യനോട് എനിക്ക് ക്ഷമ പറയണം. ഞാനിപ്പോ എന്തിനേയും വിശ്വസിക്കുന്ന ഒരു മാനസികാവസ്ഥയില്ല. എന്റെ മകൾക്കിനി ഒരാപത്ത് സംഭവിക്കരുത്. അവളുടെ മേലെ ഒരു കരിനീടൽ പോലും വീഴരുത്. ശാസ്ത്രികളെ, ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. നിങ്ങൾ അദ്ദേഹത്തെ കാണാൻ അങ്ങോട്ട് പോകണ്ട. സമയം ഒത്തു വന്നാ അദ്ദേഹം ഇങ്ങോട്ട് വരും. ശരി അച്ഛ. ആ വസുമതി, നീ ആ ഫോണിങ്ങെടുക്ക്. ആ, എന്താ അച്ഛ, കാഞ്ചനയ്ക്ക് ഇങ്ങനെയൊരു മനംമാറ്റം? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മനുഷ്യൻ അഹങ്കാരികളാകുന്നത് കാഴ്ചവട്ടിൽ മണ്ണുള്ളതുകൊണ്ടാണ്. അതൊലിച്ചു പോയെന്നറിഞ്ഞാൽ ഞാൻ എന്നെ അഹന്തയും തീരും. കാഞ്ചനയ്ക്കത് മനസ്സിലായി. അത് അച്ഛന്റെ തോന്നല് മാത്ര. ഈ നിലയിൽ എത്തിച്ചത് ആ പെണ്ണാണെന്ന് അറിഞ്ഞിട്ടും കൂടെ പിടിച്ചിരുത്തി കൊഞ്ചിക്കുക. മതി അമ്മ. അതിനിപ്പോ എവിടെ തീർന്നു. എനിക്ക് ഒരേ കിടപ്പ് കിടക്കാൻ പറ്റില്ല. എന്നെ കൊണ്ടത് പറ്റില്ലെന്ന് അച്ഛന് അറിയാലോ. അയ്യോ മോളെ, പ്ലാസ്റ്റർ റിമൂവ് ചെയ്യാതെ എന്ത് ചെയ്യാനാ? ഒരു വീൽ ചെയർ ഉണ്ടെങ്കിൽ ചേച്ചിക്ക് അതിൽ സഞ്ചരിക്കാലോ. ചേച്ചി റൂമിന് പുറത്ത് ഞാൻ കൊണ്ടുപോവാ. അമ്മ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവണം. ചേച്ചിയുടെ കൂടെ തന്നെ ഞാനുണ്ടാവും. മോളെ, അച്ഛൻ 1-2 കോൾ ചെയ്യാനുണ്ട്. എന്നാ അച്ഛൻ പൊക്കോ. ആ ശരി മോളെ. പ്രഭേ,
എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതെന്താ അമ്മ വിളിച്ചിട്ട് അച്ഛൻ നിൽക്കാതെ പോയത്? ചേച്ചി, ഞാനിതൊന്ന് കഴുകി വെച്ചിട്ട് വരാം. അമ്മയെ കണ്ട അമ്മ സ്ഥലം വിട്ട് പോകുന്നത് സ്വാഭാവികം. പക്ഷേ അച്ഛൻ എന്താ അമ്മ ചോദിച്ചതിന് മറുപടി തരാതെ പോയത്? ശ്രീകുട്ടിക്ക് ആക്സിഡന്റ് ആയ വിവരം ഉടനെ അറിയിക്കാത്തതിന്റെ സൗന്ദര്യപ്പിണക്കോ? അത്രേ ഉള്ളൂ. എന്ത് പിണക്കോ ആയാലും കൂടുതൽ ദിവസത്തേക്ക് നീട്ടിക്കൊണ്ട് പോവില്ലേ അമ്മ? ഞങ്ങൾ അങ്ങനെ പിണങ്ങിയിരിക്കുന്ന മോള് കരുതുന്നുണ്ടോ? അതുണ്ടാവില്ലെന്ന് എനിക്കറിയാം. ആകെ കിട്ടുന്ന കുറച്ച് സമയം മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ. അതെല്ലാരുമായി സന്തോഷിച്ചു തീർക്കണം. അതെ, അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ അമ്മ? മോൾക്ക് ഇവിടെ കഴിയുന്നതാണോ അതോ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നതാണോ സന്തോഷം തരുന്നത്? അച്ഛൻ വന്ന നിലയ്ക്ക് വീട്ടിലേക്ക് തന്നെ പോവായിരുന്നു. പക്ഷെ ഇവിടെ താമസിക്കുമ്പോഴല്ലേ എനിക്ക് ആക്സിഡന്റ് ഉണ്ടായത്. ആ നിലയ്ക്ക് ഇവിടെ നിന്ന് വേണം സുഖപ്പെട്ടു പോവാൻ. അല്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിക്കും സഞ്ജുവിനും നല്ല വിഷമമാവും. ഡിസ്ചാർജായി ഇങ്ങോട്ട് വന്നെന്നല്ലേ ഉള്ളൂ. നമ്മുടെ വീട്ടിലേക്ക് പോകാനാ മോക്ക് ആഗ്രഹമെന്ന് അമ്മയോട് പറഞ്ഞാൽ മതി. നമുക്ക് അങ്ങോട്ട് പോവാം. വേണ്ട അമ്മ, കാലിന്റെ പ്ലാസ്റ്റർ മാറ്റുന്നത് വരെ നമുക്കിവിടെ കഴിയാം. അല്ല, അച്ഛൻ ജോലി ഉപേക്ഷിച്ചെന്ന് കേട്ടു. കുറച്ചു ദിവസം കഴിയുമ്പോൾ ഞാനും ഓക്കെ ആവും. അമ്മ അച്ഛനോടൊന്ന് സംസാരിക്ക. ഞങ്ങളുടെ കല്യാണം പോലും മാറ്റിവെച്ചത് അച്ഛന്റെ ജോലി കരുതിയ. അത് അച്ഛൻ വേണ്ടെന്ന് വെക്കരുത്. ഞാൻ ഉപദേശിച്ചാലും നീ എഴുന്നേക്കാതെ അച്ഛൻ ഒരിടത്തേക്കും പോവില്ല. ഏതിനും എന്റെ മോള് പഴയ നിലയിലേക്കൊന്ന് വരട്ടെ. വാ. എന്തൊക്കെയാച്ചാ ഞാൻ ഈ കേൾക്കുന്നേ? ദിനേശൻ പറഞ്ഞാ ഞാൻ കൂടുതൽ വിവരങ്ങൾ അറിയുന്നേ. ആർക്കാ എന്റെ മോളുടെ ജീവൻ വേണ്ടത്? ഇപ്പോഴും അതിനൊരു വ്യക്തത വന്നിട്ടില്ല പ്രഭേ. സംഭവം നടന്ന ഉടനെ ഒരു സ്ത്രീ എന്നെ വിളിച്ചു. പക്ഷേ അവൾ ആരാണെന്ന് പോലും പറഞ്ഞില്ല. എന്റെ നെഞ്ച് തകർത്ത് കളയുന്ന രീതിയിൽ അവൾ സംസാരിച്ചത്. സ്വന്തം പേര് പോലും പറയാൻ അവൾ തയ്യാറായില്ല. അവൾക്ക് ഈ കുടുംബത്തോടുള്ള പക എന്താണെന്ന് എനിക്കറിയില്ല. അതൊരു ഇന്റർനെറ്റ് കോളായിരുന്നു മക്കളെ. എത്ര ശ്രമിച്ചിട്ടും നമ്പർ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ സിം ഉപയോഗിച്ചാണ് വിളിച്ചത്. പോലീസ് അന്വേഷണം എന്തായി? അതോ അവർ ഈ കേസ് ക്ലോസ് ചെയ്തോ? ഇടിച്ച വണ്ടി പിടിച്ചെടുത്തു. അത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വണ്ടിയാ. RC ഓണർ വാഹനം വിട്ടിട്ട് 14 വർഷമായി. പോലീസും ഇരുട്ടിൽ തപ്പുക. ആർക്കാച്ചാ മംഗലശ്ശേരിക്കാരോട് ഇത്ര പകയുള്ളത്? അച്ഛനൊന്ന് ഓർത്തു നോക്ക്. ഒരു സൂചന തന്നാ മതി, ഞാൻ അതിന്റെ പിന്നാലെ പോകാം. എനിക്ക് അവളെ പുറത്തു കൊണ്ടുവന്നേ തീരൂ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അടങ്ങിയിരിക്കില്ല പ്രഭേ. വയസ്സായി പോയെന്ന് കരുതണ്ട. പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്ന് നടക്കാതെ പോയ മാറ്റക്കല്യാണമാണ്. 27 വർഷം കഴിഞ്ഞ് അതിന്റെ പക വെട്ടാൻ ആര് വരാനാണ്? ആർക്കും ഒരു ദ്രോഹവും ഞാനായിട്ട് ചെയ്തിട്ടില്ല. നിനക്കൊന്നും ചെയ്യാനില്ലേ സഞ്ജു? ബിസിനസ്സുമായി ബന്ധപ്പെട്ട പകവീട്ടിലല്ലങ്ങളെ നടന്നിരിക്കുന്ന എനിക്കതിൽ നല്ല വിശ്വാസമുണ്ട്. നിങ്ങളെല്ലാരും കൂടി ഇങ്ങനെ പറഞ്ഞ ശത്രു ആരാണെന്ന് കണ്ടെത്തണ്ടേ? അതിവിടം കൊണ്ട് തീരില്ല സഞ്ജു. അതിന് പിന്നിൽ ആരാണെങ്കിലും പണി ഏൽപ്പിച്ചത് ഈ സിറ്റിയിലുള്ള ഒരു ടീമിനെ തന്നെയാ. ദിനേശൻ പറഞ്ഞതാ ശരി. നമ്മൾ പോകേണ്ടത് ആ വഴിക്കാ. 5ഓളം കൊട്ടേഷൻ ടീമാ ഈ സിറ്റിയിലുള്ളത്. അവരിൽ ആരെങ്കിലും ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടെത്തിക്കൊള്ളാം.
ഇത് ഞാൻ ഏറ്റു. ശ്രീകുട്ടി ഒന്ന് വീട്ടിലെത്താൻ വേണ്ടി ഞാനും സഞ്ജുവും കാത്തിരുന്നതാ. ഞങ്ങളിത് വിട്ട് കളയില്ല പ്രവേട്ട. കണ്ടുപിടിക്കണോ മകളെ? മംഗലശ്ശേരിയിൽ ആണുങ്ങളുണ്ടെന്ന് അവളെ നമുക്ക് ബോധ്യമാക്കി കൊടുക്കണം. അവൾ ഏത് അന്തപുരത്തിലിരുന്നാലും ചുമര് പിളർന്നെനിക്ക് അവളുടെ മുന്നിലെത്തണം. ഞാൻ എന്താ ഇറങ്ങി മോനെ. ചേച്ചി ഇങ്ങോട്ട് തന്നെ വന്നപ്പോഴാ ശ്വാസം നേരെ വീണത്. അല്ലെങ്കിൽ ചേച്ചിയെ കാണാതെ ഞാൻ എന്ത് ചെയ്തേനെ? എന്നെ കണ്ട് നീ പേടിച്ചതുപോലുണ്ടല്ലോ. നീ ആ ഡ്രസ്സൊക്കെ എടുക്ക്. ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നൊന്നുമല്ലേ. ഇതെവിടെയാണോ വെക്കേണ്ടത്? ഇത് വെക്കേണ്ടടുത്ത് കൊണ്ടുവെക്ക്. എനിക്കേ നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതാ ഞാൻ വന്നത്. സത്യം പറഞ്ഞ നിന്നോട് മത്സരിച്ച് ഞാൻ മടുത്തെന്ന് തന്നെ പറയാം. എന്റെ മകൾ ഇങ്ങനൊന്നും ആയിരുന്നില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാ എന്റെ മകൾ എന്നെ ധിക്കരിക്കാൻ തുടങ്ങിയത്. അതും നീ അവളുടെ കൂടെ കൂടിയതിനു ശേഷം. ഞാൻ ഒറ്റപ്പെടാൻ തുടങ്ങിയതും അപ്പോഴാ. അവക്ക് നിന്നോടുള്ള സ്നേഹം കാരണം അവൾ ഓരോരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുക. അവളെന്ന് എഴുന്നേറ്റ ആദ്യം ചെയ്യാൻ പോകുന്നത് നിന്റെ ഭർത്താവിനെ കണ്ടെത്താനുള്ള ശ്രമം തന്നെ. നീയാണെങ്കിൽ ആത്മാർത്ഥതയുടെ ഒരു തരിമ്പ് പോലും അവളോട് കാണിക്കുന്നതുമില്ലേ. അവൻ ആരാണെന്ന് നീ പറഞ്ഞെങ്കിൽ ശ്രീകുട്ടി കിലോമീറ്ററുകൾ സഞ്ചരിച്ച് നിന്റെ നാട്ടിലെ സ്റ്റുഡിയോ തേടി പോകേണ്ടി വരുമായിരുന്നോ? നിന്റെ ബന്ധുക്കൾ അയച്ച വിവാഹ ആൽബം വാങ്ങാൻ എന്റെ മകൾക്ക് പോകേണ്ടി വരുമായിരുന്നോ? അവൾ നിന്നോട് കാണിക്കുന്ന സ്നേഹത്തെ എന്തിനാ അമ്മു നീ ചൂഷണം ചെയ്യുന്നത്? അതിനൊക്കെ നിന്നെ ഞാൻ വെറുത്തു പോകുന്നത്. ആക്സിഡന്റായി കിടക്കുന്ന സ്വന്തം മകളുടെ കൂടെ നിന്ന് പരിചരിക്കാനുള്ള ഒരു അമ്മയുടെ ആഗ്രഹവും അവകാശവും നീ എന്നിൽ നിന്ന് കവർന്നെടുത്തിരിക്കുന്നത്. പെറ്റമ്മയായി ഞാൻ മുറിക്ക് പുറത്ത്. അവൾക്ക് സദാ നേരവും നീ മതി. എന്റെ മകള് അറിയാതെ പോകുന്ന ഒന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഓരോ ദുരന്തങ്ങൾക്കും കാരണക്കാരി അമ്മു നീയാണെന്ന്. അവളത് തിരിച്ചറിയുമ്പോഴത്തേക്കും നഷ്ടങ്ങളുടെ കണക്ക് കൂടും.